നൃത്തം ചെയ്യുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവരുടെ ദൃശ്യങ്ങൾ അതിനകത്തുണ്ട്. ഇതിനകത്ത് സുജിത്ത് എന്ന് പറയുന്ന പാറശാല നിയോജക മണ്ഡലം KSUവിന്റെ പ്രസിഡന്റ് എവിടെയാണ്? സുജിത്ത് എന്നല്ല, ഇവിടെയുള്ള KSUവിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയുണ്ട് എന്നതിൻ്റെ പട്ടിക തൽക്കാലം കൈരളിക്ക് കൈമാറാനോ അല്ലെങ്കിൽ ആരൊക്കെ ഇവിടെ, അതല്ല ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, എത്ര പ്രതിനിധികൾ ഇവിടെ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തു, എത്ര ആളുകൾ ഇവിടെ പങ്കെടുത്തു എന്നതൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള, അത് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, നൃത്തം വയ്ക്കുന്നു. ഒരു പുരോഗമന വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഒരു വിദ്യാർത്ഥികൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ചർച്ചകളുണ്ട്, നിരന്തരമായിട്ടുള്ള ചർച്ചകളുണ്ട്. അതിനുശേഷം എല്ലാ ദിവസവും സ്വാഭാവികമായിട്ട് ഒരു ക്യാമ്പിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ കൾച്ചറൽ പരിപാടികളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എൻ്റെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ, അവിടെ പാട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, കവിതകൾ ഉണ്ടാകുന്നുണ്ട്, നൃത്തം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥികളുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. നൃത്തം വയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു വലിയ അപരാധമായിട്ട് തൽക്കാലം KSU സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ ഒരു പക്ഷേ ശിവൻകുട്ടി നിയമസഭയിൽ കിടന്ന് കണ്ട നൃത്തങ്ങൾ മാത്രം കണ്ട് പഠിച്ച കൈരളിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുമായിരിക്കാം. അല്ലാതെ അതിനെ നൃത്തം ചെയ്യുന്നത് ഒരു വലിയ അപരാധമാണെന്ന് തൽക്കാല സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷന് തോന്നുന്നില്ല. അപരാധമാണെന്ന് എന്റെ ചോദ്യത്തിലില്ല. ആ ദൃശ്യങ്ങൾ അലോഷി ഈ ക്യാമ്പിനകത്തുള്ള ദൃശ്യങ്ങളാണ്. തൊട്ട് അതിനടുത്തുള്ള രക്തം ചിതറിക്കിടക്കുന്നതും ഈ പ്രവർത്തകർ ബഹളം വയ്ക്കുന്നതും വാക്കേറ്റം നടത്തുന്നതും ഇവിടുത്തെ ദൃശ്യങ്ങളല്ലേ? രണ്ടും കൈരളിയോട് രണ്ട് ചോദ്യം. ഈ ഞാൻ നൃത്തം വയ്ക്കുന്നു എന്ന് പറയുന്ന, നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന വിഷ്വല് ഇന്നലത്തേതാണോ, ഇന്നത്തേതാണോ, മിനിങ്ങാന്നത്തേതാണോ? ഒരിക്കലുമില്ല. അതിൽ അത് ചോരത്തുള്ളികൾ ഉണ്ടായത് അത് ഇന്നലത്തെ വിഷ്വലുകളല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ്. ഇവിടെ അത് നിങ്ങളല്ലേ പരിശോധിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിഷ്വൽ ഏതാണെന്ന് നിലവിൽ ഞാൻ പരിശോധിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ്. അത് ആര്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഔദ്യോഗികമായി സംഘർഷം എന്ന വാക്കല്ല ഞാൻ ഉപയോഗിച്ചത്. സംഘർഷം എന്ന പറയല്ല. ഇവിടെ തർക്കമുണ്ടായിട്ടുണ്ട്, തർക്കമില്ല എന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അല്ല, എല്ലാവരും ഒരേ അഭിപ്രായത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് SFI എന്നല്ല. ചോര ചിന്തുന്ന അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ദാറ്റ് ഈസ് മൈ ക്രിസ്റ്റൽ ക്ലിയർ ആൻസർ. ഒരു ചോര ചിന്തുന്ന സാഹചര്യത്തിലേക്ക് അത് പോയിട്ടില്ല. അവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെട്ട വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ദിസ് ഈസ് മൈ ഫൈനൽ കൺക്ലൂഷൻ. ആ വിഷ്വൽസിനെ പറ്റി എനിക്ക് ഐഡിയ ഇല്ലാതെ ആ കാണാത്തൊരു വിഷ്വലിനെ പറ്റി അത് എവിടെ വെച്ച് ഷൂട്ട് ചെയ്താണ്, ആര് ഷൂട്ട് ചെയ്താണ്, എങ്ങനെ നിങ്ങൾക്ക് കിട്ടി എന്നതിൻ്റെ മറുപടി എനിക്കെങ്ങനെ പറയാൻ സാധിക്കും? അതല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കാണിച്ച വിഷ്വൽസിൽ എവിടെയാണ് കസേര എടുത്ത് അടിക്കുന്ന ഒരു സമീപനം നിങ്ങൾ കാണിച്ചു എന്ന് പറയപ്പെടുന്നത്? അത്തരത്തിൽ കസേര എടുക്കുന്ന തരത്തിലേക്ക് ഇത് നിയമസഭയല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ശിവൻകുട്ടി അല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുന്നു. ഇവിടെ ഒന്നോ രണ്ടോ വിദ്യാർത്ഥികൾ ഉണ്ടായ അല്ലെങ്കിൽ തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ട് KSU എന്ന് പറയുന്ന ഒരു സംഘടനയെ അങ്ങനെ കരിവാരി തേക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഒരു മാധ്യമ അജണ്ടകൾക്കും തൽക്കാലം, അതായത് ഒന്നോ രണ്ടോ ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾ സൃഷ്ടിച്ച അജണ്ടകളുടെ പിന്നിലേക്ക് അണിനിരക്കാൻ തൽക്കാലം KSUവിന് താല്പര്യമില്ല. KSU ഇതിലും മികച്ച രീതിയിൽ അടുത്ത മേഖലാ ക്യാമ്പുകൾ നടത്തും, യൂണിവേഴ്സിറ്റി ക്യാമ്പുകൾ നടത്തും, കോളേജ് യൂണിയൻ ഇലക്ഷനുകളെ നേരിടും, യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനുകളെ നേരിടും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രതികരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള 237 ഭാരവാഹികളുടെ പട്ടിക നിങ്ങൾക്ക് കൈമാറണോ? ഇവിടെ ഇരിക്കുന്ന ആളുകളെ നിങ്ങൾ മൈ ക്വസ്റ്റ്യൻ ഞങ്ങളുടെ സംഘടനയിൽ പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിത്തും നെടുമങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അഭിജിത്തും ഈ ക്യാമ്പിൽ പങ്കെടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാമ്പിൽ ഒരു ചോദ്യത്തിന് ഒന്നല്ല, ഇത്രയും നിങ്ങൾ ചോദിച്ച കുറേയേറെ ചോദ്യങ്ങൾക്കല്ല ഞാൻ മറുപടി പറഞ്ഞു. ഇവിടെ പങ്കെടുത്ത ക്യാമ്പ് ഡെലിഗേറ്റ്സ് ആരൊക്കെയാണ്, എത്ര നേരം അവർ പങ്കെടുത്തു, ഏതെല്ലാം സെഷനുകൾ അവർ പങ്കെടുത്തു, അത് തൽക്കാലം കൈരളിയുടെ ഓഫീസിനോ മറ്റ് ആളുകൾക്ക് കൈമാറേണ്ടുന്ന സംഘടനാപരമായിട്ടുള്ള ആവശ്യം ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ ക്യാമ്പുകളിൽ ഞങ്ങൾ പറയുന്നു. പരിക്കേറ്റ് ചികിത്സയിലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അണിയറ കഥകൾ നിങ്ങൾ അതിനെപ്പറ്റി എല്ലാം അന്വേഷിക്കുക.
പനി ബാധിച്ച് ചികിത്സ തേടിയതാണോ ഇവർ രണ്ടുപേരും? അല്ല, നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ നിങ്ങളുടെ മാധ്യമധർമ്മം എന്താ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്താ? ചുമ്മാ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് വാർത്ത ഇടുക എന്നതല്ലല്ലോ നിങ്ങളുടെ അജണ്ട. നിങ്ങൾക്ക് അന്വേഷണാത്മകമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തുക. കേട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. നിലവിൽ എൻ്റെ ശ്രദ്ധയിൽ അത്തരത്തിലുള്ള ഒരു വിഷയം പെട്ടിട്ടില്ല.